അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. രണ്ടാം ക്ലാസ്സിലെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട അഖ്ലാഖ് എന്ന് പഴയ കാലത്ത് പറഞ്ഞിരുന്ന ദുറൂസുൽ ഇഹ്സാനിലാണ് നമ്മൾ വന്നെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മക്കള് എൻ്റെ കൂടെ തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഞാൻ പാഠം വായിക്കും, പിന്നെ അതിനുള്ള ചോദ്യോത്തരങ്ങൾ ഇതാക്കും. ശേഷം ശേഷം നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു എക്സാം നടക്കും കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ ക്രമം ഉള്ളത്. ഇതിൽ വരുന്ന പാഠങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബിസ്മി കൊണ്ട് തുടങ്ങാം. അസ്സലാമു അലൈക്കും. ഉമ്മയും ഉപ്പയും. നേരത്തെ ഉറങ്ങാം, നേരത്തെ ഉണരാം. മിസ്വാക്ക് ചെയ്യാം, നഖം മുറിക്കാം. സത്യം പറഞ്ഞു സ്വർഗം നേടാം. ഉസ്താദുമാർ, ഞാൻ നല്ല കുട്ടി എന്നാണ് പാഠത്തിന്റെ ഒക്കെ ഹെഡിങ്ങൾ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പാഠം 1. ബിസ്മി കൊണ്ട് തുടങ്ങാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ പാട്ട് ഇഷ്ടമല്ലേ? നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടാം. ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം, ബറക്കത്തേറെ നേടുക നാം. ബിസ്മി പറഞ്ഞു തിന്നുക നാം, ബിസ്മി പറഞ്ഞു കുടിക്കുക നാം, ബിസ്മി പറഞ്ഞു പഠിക്കുക നാം, റബ്ബിനിഷ്ടം നേടുക നാം. ഞാൻ വലിയ പാട്ടുകാരനൊന്നല്ല, നിങ്ങൾ നല്ല രീതിയിൽ പാടും. എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചെല്ലണമെന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാചി അകന്നു പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം എന്തു പറയണം? ബിസ്മി ചെല്ലണം. പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്തു പറയണം? ബിസ്മി ചൊല്ലണം. സ്വിച്ച് ഇടുമ്പോൾ നാം എന്തു പറയണം? ബിസ്മി പറയണം. എല്ലാത്തിനും ബിസ്മി. എന്ത് ചെയ്യുമ്പോഴും ബിസ്മി. തെദരീബിലേക്ക് പോയാലോ? ഇവിടെ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വേർഡില് അള്ളാഹുവിന്റെ 3 നാമങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? ഒന്ന് അള്ളാഹു, അടുത്ത റഹ്മാൻ, അടുത്ത റഹീം. ഇതാണ് 3 വേർഡ്. ഈ ചേർത്തി വായിക്കണം. വായന തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. എടാ, ചേർത്തി വായിക്കണം. സ്വതക്ക നൽകുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ശരിയും തെറ്റും അടയാളപ്പെടുത്തണം. എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം. അവസാനത്തിലാണോ പറയേണ്ടത്? അല്ല, തുടക്കത്തിലാണ് പറയുന്നത്. തെറ്റാണ്. എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം. ശരിയാണ് അല്ലേ? കണ്ടുപഠിക്കണം. ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് പുസ്തകത്തിൽ ഇല്ലാത്ത 4 കാര്യങ്ങൾ. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? നീ ഏതൊക്കെ നല്ല കാര്യങ്ങൾ? ഞാനൊരു പ്രൊജക്റ്റ് അവതരിപ്പിക്കണം, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറയാം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി ബിസ്മി പറഞ്ഞു. തൊപ്പിടാൻ വേണ്ടി പോവാണ്, ബിസ്മി പറഞ്ഞു. ഞാൻ ഈ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടി പോവാണ്, ബിസ്മി പറഞ്ഞു. ഇങ്ങനെ പല സമയത്ത് ബിസ്മി പറയാം. ഓക്കെ, അപ്പൊ ഈ പാഠം കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം എന്ന് ചുരുക്കം. അടുത്ത അസ്സലാമു അലൈക്കും എന്ന പാഠാണ്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗത്തിൽ ഒരിക്കലും കടക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഅ്മിനാവുകയുമില്ല. പരസ്പരം സ്നേഹമുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ? നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക. ഇൻഷോട്ട് പറയണം, മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം. 1. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും. അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക. മടക്കുന്ന ആള് വഅലൈക്കും അസ്സലാം എന്നാണ് സലാം മടക്കുക. രൂപട്ട അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. അപ്പൊ നമുക്ക് തദ്രീബിലേക്ക് പോവാം. നിറം കൊടുക്കാനാണ്. അസ്സലാമു അലൈക്കും നിറം കൊടുക്കുക, വഅലൈക്കും അസ്സലാമിന് നിറം കൊടുക്കുക. അടിപൊളിയായിട്ട് നിറം കൊടുക്കുക. ഉത്തരം എഴുതാം. സലാം വ്യാപിപ്പിച്ചാൽ ഉണ്ടാകും എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സലാം വ്യാപിപ്പിച്ചാൽ ഉണ്ടാകും. എന്താണ് ഉണ്ടാകുക? സലാം വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ
സ്നേഹമുണ്ടാവും. സ്നേഹമുണ്ടാവും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്നേഹം ഉണ്ടാവും, പരസ്പര സ്നേഹം ഉണ്ടാവും സലാം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ഉത്തരം കേട്ടോ. അടുത്തത് പ്രയോഗിക്കണം. ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയൽ. നിങ്ങൾ മക്കള് സലാം പറയലുണ്ടോ? മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയുക. പറ്റുമെങ്കിൽ കൈ പിടിച്ച് ഉമ്മ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. ചാർട്ട് തയ്യാറ്. അസ്സലാമു അലൈക്കും എന്ന് എഴുതിയ ചാർട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ എഴുതിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരി, കുഴപ്പമില്ല. ഉമ്മയും ഉപ്പയും. ഇതാണ് മൂന്നാമത്തെ പാഠം. പ്രിയപ്പെട്ട കുട്ടികളെ, വീട്ടിൽ നിങ്ങൾക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചോദിക്കണം. വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് ഉപ്പയും ഉമ്മയും ഇഷ്ടമല്ലേ? അവരുടെ കണ്ണുകൾ നിറയുന്ന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. മാതാപിതാക്കളെ കുറിച്ച് നമുക്ക് ഒരു പാട്ട് പാടിയാലോ? നിങ്ങളെ രീതിയിൽ പാടണട്ടാ. ഉമ്മയെ പൊന്നൂപ്പയെ സ്നേഹിച്ചാദരിച്ചു നാം, റബ്ബിന്റെ പ്രിയം വാങ്ങി വിജയം നേടിടേണം. നാളേറെ കഷ്ടപ്പെട്ട് വയറ്റിൽ ചുമന്നല്ലോ, വേദന സഹിച്ചും നമ്മളെ പ്രസവിച്ചു. ഭാരിച്ച ജോലി ചെയ്ത് ഉണ്ണാനും ഉടുക്കാനും നമ്മളെ വളർത്താനും പൊന്നുപ്പ കഷ്ടപ്പെട്ടു. ഇത് എന്താണത്? ഉമ്മയെ പൊന്നുപ്പയെ സ്നേഹിച്ചാദരിച്ചു നാം, റബ്ബിന്റെ പ്രിയം വാങ്ങി വിജയം നേടിടണം. നാളേറെ കഷ്ടപ്പെട്ടു വയറ്റിൽ ചുമന്നല്ലോ, വേദന സഹിച്ചും നമ്മളെ പ്രസവിച്ചല്ലോ. ഭാരിച്ച ജോലി ചെയ്ത് ഉണ്ണാനും ഉടുക്കാനും നമ്മളെ വളർത്താനും പൊന്നുപ്പ കഷ്ടപ്പെട്ടല്ലോ. ഇതൊരു പാട്ടാണ്. മക്കളെ രീതിയിൽ പാടിയിട്ട് ഗ്രൂപ്പിലാക്കി കേട്ടോ. ഇതിന്റെ ഇൻഷോട്ട് പറയട്ടെ. ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മയാണ്. ഒന്ന്, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ്. മാതാപിതാക്കൾ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. ഒരു ദുആയാണ് കേട്ടോ. റബ്ബി ഫി റിളൽ വാലിദൈൻ. റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. നിങ്ങളെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി. ഉത്തരെഴുതാം. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. എപ്പോൾ? മാതാപിതാക്കളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും. ഓർത്തു പറയണം. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെയും ഉപ്പയുടെയും പേരുകൾ എന്താണ്? ഉമ്മന്റെ പേര് ആമിന, ഉപ്പന്റെ പേര് അബ്ദുല്ലാ. മാതാപിതാക്കളുടെ ഇഷ്ടം നേടാൻ നാം എന്തു ചെയ്യണം? പറയും. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. മാതാപിതാക്കളുടെ ഒന്ന്, അവരെ എപ്പോഴും ബഹുമാനിക്കുക, വില കൊടുക്കുക. നോട്ട് ചെയ്തോളി. രണ്ട്, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് സഹായം വേണ്ടിയ സമയത്ത് കൊടുക്കുക. അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. നാല്, തിരക്കിട്ട ജീവിതത്തിനിടയിൽ അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക. അഞ്ച്, ചെറിയ അവസരങ്ങളിൽ പോലും അവരോടുള്ള സ്നേഹം കരുതലും പ്രകടിപ്പിക്കുക. ആറ്, അവർക്ക് അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഏഴ്, കുടുംബപരമായ കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം ചോദിക്കുക. എട്ട്, അനാവശ്യ പിണക്കങ്ങൾ ഒഴിവാക്കി എല്ലായ്പ്പോഴും ബന്ധം സൂക്ഷിക്കുക. 9, അവർ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. 10, വാർദ്ധക്യത്തിൽ അവർക്ക് എല്ലാ പിന്തുണയും നൽകുക. ഈ 10 പോയിന്റ് മക്കളെ എഴുതിക്കോളി. നിങ്ങൾക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമായിട്ട് എഴുതണം. മനസ്സിലായോ? ഈ 10 പോയിന്റ് നിങ്ങളെ രീതിയിലും നിങ്ങൾക്ക് എഴുതാം. പാഠം 4, നേരത്തെ ഉറങ്ങാം. മക്കളെ, ഉറക്കം അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. രാത്രി നേരത്തെ ഉറങ്ങുന്നത് നാം ശീലിക്കണം. നാം രാത്രി നേരത്തെ ഉറങ്ങിയാൽ ധാരാളം ഗുണങ്ങളുണ്ട്.
നേരത്തെ ഉറങ്ങിയാൽ ഈ പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷമുണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. വൈകി ഉറങ്ങിയാലോ? വഴുകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും, പഠനത്തിൽ ശ്രദ്ധ കുറയും, സന്തോഷം നഷ്ടപ്പെടും. കാരണം സ്ട്രെസ് ഹോർമോൺ ഇതാവും നേരം വൈകി ഉറങ്ങി കഴിഞ്ഞാൽ. രാവിലെ ആകെ ഈ കോഴി തൂങ്ങണ പോലെ ഇരിക്കും. ഓർമ്മശക്തി കുറയും, പെരുമാറ്റം മോശമാവും. ഓക്കെ, കുറച്ച് അധികം അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ നേരിട്ട് നിങ്ങളോട് പറയാം. ഇശായിന് മുമ്പ് ഉറങ്ങുന്നതും ഇശായിന് ശേഷം സംസാരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ഒരു സഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നൈറ്റ് ലൈഫാണ് ആൾക്കാരുടെ ജീവിതം. രാത്രി ഉറങ്ങൂല. മാറി ചിന്തിക്കണം മക്കളെ. താഴെ പറയുന്നവയിൽ ശരിയായ കോളങ്ങൾക്ക് നിറം നൽകണം. നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ: ആരോഗ്യം കുറയും. ശരിയാണോ? തെറ്റാണ്. ഓർമ്മശക്തി കൂടും. ശരിയാണ്. പെരുമാറ്റം നന്നാവും. ശരിയാണ്. സന്തോഷമുണ്ടാവും. ശരിയാണ്. ഇതിന് കളർ കൊടുത്തുള്ളൂ കേട്ടോ. വായിച്ചു എഴുതാം. നാം അതപുള്ള കുട്ടികളാണ്. അതേപോലെ ഒന്ന് ഇരിക്കുക, നാം അതപുള്ള കുട്ടികളാണ്. അതപുള്ള കുട്ടികൾ രാത്രി നേരത്തെ ഉറങ്ങുന്നു. അതേപോലെ ഇരിക്കും മക്കള്. ഇനി യോജിപ്പിക്കണം. ആദ്യത്തെ മൂന്നെണ്ണം കൊടുത്തിരിക്കണം എന്താണ്, ഞാൻ വായിച്ചുതരാം. രാത്രി നേരത്തെ ഉറങ്ങൽ, വൈകി ഉറങ്ങിയാൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. ഇതിന്റെ ഉത്തരവായിട്ട് എന്തൊക്കെയാണ്? ആരോഗ്യം കുറയും, ഇശായിന് മുമ്പുള്ള ഉറക്കം നല്ല ശീലമാണ്, രാത്രി നേരത്തെ ഉറങ്ങൽ നല്ല ശീലമാണ്. ഇതാണ് ഇതിന്റെ ഉത്തരം. വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല ഇശായിന് മുമ്പുള്ള ഉറക്കം, പക്ഷെ അതിന് ശേഷം സംസാരിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. ഇനി നേരത്തെ ഉണരാം. നേരത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീക്കണം, നേരെ വൈകിട്ട് എണീക്കാൻ പാടില്ല. കൂട്ടുകാരെ, നാം രാത്രി നേരത്തെ ഉറങ്ങാറുണ്ടല്ലോ. രാവിലെ നേരത്തെ ഉണരലും നാം ശീലിക്കണം. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? ഉറങ്ങിയിടണം നാം നേരത്തെ, ഉണരുവേണം നേരത്തെ, കേട്ടിടണം നബി വചനത്തെ, കാര്യമിലാക്കണം പഠനത്തെ. മക്കളെ രീതിയിൽ പാടിക്കാൻ. ഉറങ്ങിടണം നാം നേരത്തെ, ഉണരുക വേണം നേരത്തെ, കേട്ടിടണം നബി വചനത്തെ, കാര്യമിലാക്കണം പഠനത്തെ. നേരത്തെ ഉണർന്നാൽ ബർക്കത്തുണ്ടാവും. ആദ്യ സമയത്ത് സുബഹി നിസ്കരിക്കാൻ പറ്റും. നേരത്തെ ഉണരൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. ഉറങ്ങിയാൽ നേരത്തെ ഉണരാം. നല്ല പോയിന്റ് അല്ലേ? ഇനി വൈകി ഉണർന്നാലോ? ബർക്കത്ത് നഷ്ടമാവും, സുബഹി നിസ്കാരം ഖളാവും. എത്ര ആൾക്കാർ അനുഭവമുണ്ട്? വൈകി എണീറ്റാലോ? ഉറങ്ങിയാൽ ഉണരാൻ വൈകും. അള്ളാഹുവേ, എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. തദ്രീബ് പൂർത്തിയാക്കാം. നേരത്തെ ഉറങ്ങിയാൽ എഴുതിയിട്ടുണ്ട്. നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ എണീക്കാം. ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഉറങ്ങിയാൽ നേരത്തെ ഉണരാം, നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ എണീക്കാം. ഉറങ്ങാൻ വൈകിയാൽ ഡാഷ് വൈകും. ഉറങ്ങാൻ വൈകിയാൽ ഉണരാൻ വൈകും എന്നാണ് ഉത്തരം. പിന്നെ വേർതിരിക്കണം. ബർക്കത്ത് ഉണ്ടാവും, സുബഹി ഖളാ ആകും. ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം, ബർക്കത്ത് ഇല്ലാതാവും. നേരത്തെ ഉണർന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബർക്കത്ത് ഉണ്ടാവും. ശരിയല്ലേ? പിന്നെന്താ ഉണ്ടാവുക? ആദ്യ സമയത്ത് സുബഹി നിസ്കരിക്കാം, പറ്റൂലേ? ഈ വൈകി ഉണർന്നാലോ? സുബഹി ഖളാ ആവും. അടുത്തതോ? ബർക്കത്ത് ഇല്ലാതാവും.
ചിന്തിക്കും മക്കള്, പൂർത്തിയാക്കുക. അള്ളാഹുവേ, റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ. അള്ളാഹുവേ എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മിസ്വാക്ക് ചെയ്യാം. മക്കളെ, നിങ്ങൾ പുഞ്ചിരിക്കാറില്ലേ? കോൺഫിഡന്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട പുഞ്ചിരിയാണ്. അപ്പൊ പുഞ്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ചിരിക്കുന്ന മുഖവും പല്ലും കാണാൻ എന്ത് രസമാണ്. അവ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം. അതിനെ നാം മിസ്വാക്ക് ചെയ്യണം. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? ഈ പാട്ട് പാടി പാടി എന്നെ കൊല്ലുന്ന തോന്നുന്നു. മക്കള് പാടി. പല്ലും നാവും തേച്ചിടണം, റബ്ബിന് ഇഷ്ടം നേടിടണം. ഉറങ്ങണമെന്ന് നിനച്ചാലോ പല്ലുകൾ തേച്ച് കിടന്നിടണം. നമ്മൾ ഉറക്കമുണർന്നാലോ പല്ലുകൾ നന്നായി തേച്ചിടണം. മുത്ത് റസൂലിൻ സുന്നത്ത് ജീവിത ശൈലി ഇതാകിടണം. മക്കൾ ഇതുപോലെ ഒന്ന് പാടി നോക്കിട്ടാ, നിങ്ങൾക്ക് പെട്ടെന്ന് കാണാതെ പഠിക്കാൻ പറ്റും. ഈ പാട്ടൊക്കെ നല്ല ഉപകാരമാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാട്ട് കിട്ടും ട്ടാ. മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാവും. ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സ്പിരിച്വലായിട്ടും നമുക്ക് എന്ത് ചെയ്യും? ഗുണം കിട്ടും. മിസ്വാക്ക് ചെയ്യേണ്ട ചില സമയങ്ങൾ: ഒന്ന് ഉറങ്ങുന്നതിന്റെ മുന്നേ, ഉണർന്നയുടൻ, ഖുർആൻ ഓതും മുമ്പ്, വുളൂ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ എന്താ ഉണ്ടാവുക? വായ വൃത്തിയാവും, റബ്ബിന്റെ ഇഷ്ടം കിട്ടുകയും ചെയ്യും. തെദ്രീബിലേക്ക് പോയാലോ? കുറച്ച് കാര്യങ്ങൾ മനസ്സിലായാലോ മക്കൾക്ക്? നോക്കാലോ കേൾക്കുമ്പോ എത്രത്തോളം മനസ്സിലായേ? ഞാൻ എന്നും ഉറങ്ങും മുമ്പ് മിസ്വാക്ക് ചെയ്യും. റെഡിയാണോ നിങ്ങള്? ചെയ്യാറുണ്ടോ? ഞാൻ എന്നും ഉണർന്നയുടനെ മിസ്വാക്ക് ചെയ്യും. നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയക്കണം. എഴുതാം. മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ 4 എഴുതുക. ഇവിടെ പറഞ്ഞ നേരത്തെ അള്ളാഹു ഇഷ്ടപ്പെടും. 1, ബുദ്ധി കൂടും, കാഴ്ച ശക്തി കൂടും, വായ വൃത്തിയാവും. അപ്പൊ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? മിസ്വാക്ക് ചെയ്യുന്നതിന്റെ 4 ഗുണങ്ങൾ: 1, ഉറങ്ങും മുമ്പ് വായ വൃത്തിയാവും, അള്ളാഹുവിൻ്റെ കൂലി കിട്ടും. എന്താ? ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാവും. അടുത്തത് ഉസ്താദിനോട് ചോദിച്ച് പഠിക്കാതെ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ രൂപം. മിസ്വാക്ക് ചെയ്യുന്നതിന് നോക്കി, അറാക്ക് ഉണ്ടെങ്കിൽ അറാക്ക് ഉണ്ടോ മക്കള്? ഗൂഗിളിൽ അടിച്ചു കൊടുത്തേ അറാക്ക്, അല്ലെങ്കിൽ ബ്രഷ്, സാധാ ബ്രഷ്, നല്ല സ്മൂത്തനായിട്ടുള്ള ബ്രഷ്. ഈ ഊനുമ്മ രക്തം വരാതിരിക്കുക അങ്ങനത്തെ ഉള്ള ബ്രഷുകൾ കിട്ടും, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള. അത് പറ്റുമെങ്കിൽ ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത്. അങ്ങനെ ശേഷം ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് അധികം മെച്ചമില്ല. എങ്ങനെയാണ് ആക്കേണ്ടത്? ആക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും പോകും. ഇതിന്റെ സയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. പറ്റുമെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് അറാക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ അറാക്ക് വാങ്ങിയിട്ട് അയക്കണം. ഒരു അറാക്ക് വാങ്ങിക്കോളൂ. മുസ്ലിം കടയിലൊക്കെ കിട്ടും. ഈ തൊപ്പിയൊക്കെ വെക്കണ കടയില്ലേ, അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഇനി നഖം മുറിക്കണം. അടുത്ത പാഠം 7. മക്കളെ, നിങ്ങളുടെ കൈവിരലുകൾ നിവർത്തി നോക്കൂ.
എത്ര സുന്ദരമായ നഖങ്ങളാണ്. നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കണം. നഖം മുറിക്കൽ നല്ല ശീലമാണ്. നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ്. നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ്. നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ്. നഖം നീട്ടി വളർത്തരുത്. നീണ്ട നഖങ്ങൾക്ക് അടിയിൽ രോഗാണുക്കൾ വസിക്കും. വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. മക്കള് ഒരു 2-3 പ്രാവശ്യം വായിക്കണം കേട്ടോ, എന്നാലും മനസ്സിലിരിക്കുള്ളൂ. ഉത്തരം എഴുതാം. നഖം മുറിച്ച ഉടനെ എന്തു ചെയ്യണം? നേരത്തെ പറഞ്ഞു, നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ്. അടുത്തത്, നഖം എപ്പോഴും സൂക്ഷിക്കണം. എങ്ങനെ? നഖം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വൃത്തിയായി ശരിയായതിന് നിറം നൽകണം. നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഏതൊക്കെ? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും. പൂർത്തിയാക്കണം. നീണ്ട നഖങ്ങൾക്കടിയിൽ ഡാഷ് വസിക്കും. എന്താണ്? നീണ്ട നഖങ്ങൾക്കിടയിൽ, അവിടെ നോക്കൂ, നീണ്ട നഖങ്ങൾ അടിയിൽ രോഗാണുക്കൾ വസിക്കും. വൃത്തി ഡാഷ് ഭാഗമാണ്. നോക്കി, വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. നഖം മുറിച്ച് ശീലിക്കാം. നഖം വെട്ടി ഉണ്ടെങ്കിൽ നഖം മുറിച്ച് ആക്കണ വീഡിയോ ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ അയക്കണം. ഉസ്താദിനോട് ചോദിക്കുക എങ്ങനെ കാലിന്റെ നഖം വെട്ടുക. നോക്കി, വലത് ഭാഗത്ത് തുടങ്ങണ ഏറ്റവും നല്ലത്. ഇത് 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 ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ മുറിക്കണം ട്ടാ. റെഡിയല്ലേ? നഖം വെട്ടിയിട്ടുള്ള ഗ്രൂപ്പിലുള്ള ഫോട്ടോ എനിക്ക് കാണണം, എല്ലാവരും അയക്കണം. സത്യം പറഞ്ഞ് സ്വർഗം നേടാം. കുട്ടികളെ, നിങ്ങൾക്ക് സ്വർഗം ഇഷ്ടമാണല്ലോ. സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന നല്ല ശീലമാണ് സത്യം പറയല്. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയല്. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം പറയൽ. നിങ്ങൾ സത്യവാന്മാരോട് കൂടെ ആവണം എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. സത്യം പറയൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമാകുന്നു. സത്യം പറയുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടും. കളവ് പറയൽ മുനാഫിക്കിന്റെ ശീലമാണ്. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ മക്കൾക്ക്? സത്യം പറഞ്ഞ് സ്വർഗം നേടാം. ഒന്ന് യോജിച്ചത് ചേർക്കാം. നന്മയിലേക്ക് സ്വർഗത്തിലേക്ക്. സത്യം എവിടേക്കാണ് നിങ്ങളെ കൊണ്ടുപോവാ? സത്യം നന്മയിലേക്കാണ് കൊണ്ടുപോവാ. നന്മ സ്വർഗത്തിലേക്കും പോവും. ഇനി ഒരു പ്രതിജ്ഞ എടുക്കാം. ഞാൻ സത്യം മാത്രമേ പറയൂ എന്ന് നിങ്ങളെ പ്രതിജ്ഞ എടുത്ത് ഗ്രൂപ്പിൽ അയക്കണം. സദേ ഞാൻ സത്യം മാത്രമേ പറയൂ. പൂർത്തിയാക്കാം. ഒരു കാര്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ? ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, പറയുന്ന കാര്യങ്ങൾ രാത്രി ഒന്ന് എഴുതി വെക്കുക. ഇതിൽ എത്ര സത്യങ്ങൾ പറഞ്ഞു, എത്ര നുണ പറഞ്ഞു നിങ്ങൾ. ആദ്യത്തെ ദിവസം 10-ൽ 10 ചിലപ്പോൾ നുണയായിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ ഓരോ ദിവസങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10-ൽ 1 10-ൽ 0 മാറും. ഒന്ന് പരിശീലിച്ച് നോക്കി. ഇത് നല്ലൊരു ടാസ്ക്കാണ്. പൂർത്തിയാക്കാം. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം എന്ന് പറയുന്നത്. കളവ് പറയുന്ന ശീലം ആരുടെ അടയാളാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കളവ് പറയൽ മുനാഫിഖിന്റെ ശീലമാണ്. സത്യം ഡാഷ് നന്മ ഡാഷ് എത്തിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം നന്മയിലേക്കടാ, നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് മദ്രസ ഡയറി സത്യസന്ധമായിട്ടാണോ ഞാൻ ഉപയോഗിക്കുന്നത്? മക്കളൊന്ന് പറഞ്ഞേ. ഞാൻ ഡയറി തന്നെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും ഡയറി കേട്ടോ. ഉസ്താദുമാർ, അടുത്തൊരു പാഠാണ്. നമുക്ക് നല്ലത് മാത്രം പഠിപ്പിച്ചു തരുന്നവരാണ് ഉസ്താദുമാർ. അവരെ നാം ആദരിക്കുകയും അനുസരിക്കുകയും വേണം. നിങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ലോക പ്രശസ്തനായ ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം.
അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. മുഹമ്മദിന് ഉസ്താദിനോട് വലിയ അദബും ആദരവുമായിരുന്നു. ഉസ്താദിന് പ്രയാസമാകുന്ന ഒരു ശബ്ദം പോലും ഉസ്താദിന്റെ അടുക്കൽ വെച്ച് ഉണ്ടാക്കുന്നത് മുഹമ്മദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഉസ്താദിന്റെ അടുത്ത് വെച്ച് കിതാബിന്റെ പേജുകൾ മറിക്കുമ്പോ കടലാസിന്റെ ശബ്ദം പോലും കേൾക്കാതിരിക്കാൻ മുഹമ്മദ് പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. ഉസ്താദുമാരോട് വലിയ അദബും ആദരവും കാണിച്ച മുഹമ്മദ് എന്ന ആ വിദ്യാർത്ഥിയാണ് പിന്നീട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ ലോക പ്രശസ്തനായ പണ്ഡിതനായി മാറിയത്. കഥയിലെ ഗുണപാഠം ഇതാണ്: ഉസ്താദുമാരെ ആദരിക്കണം. ഉസ്താദുമാരുടെ അടുത്ത് വെച്ച് ശബ്ദമുണ്ടാക്കരുത്. ഉസ്താദുമാരെ ആദരിക്കുന്നവർ വലിയ വിജയം നേടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇത്തു മുഅല്ലിമ, ഞാൻ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മക്കൾ വായിക്കേണ്ട, പറ്റുമെങ്കിൽ കാണാതെ തന്നെ പഠിക്കും. ഉത്തരം എഴുതാം. ഉസ്താദുമാരോട് വലിയ ആദരവ് കാണിച്ചിരുന്നു. ആര്? മുഹമ്മദ് എന്ന വിദ്യാർത്ഥി. ഷാഫിഈ ഇമാമിന്റെ യഥാർത്ഥ പേരെന്താണ്? മുഹമ്മദ്. ഇമാം ഷാഫിഈന്റെ ഉസ്താദിന്റെ പേര് എന്താണ്? മാലിക് ഇമാം. ഉസ്താദുമാർ എന്താണ് പഠിപ്പിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. നല്ലത് മാത്രമാണ് ഉസ്താദുമാർ പഠിപ്പിക്കുന്നത്. പൂരിപ്പിക്കണം. ഉസ്താദുമാരെ ആദരിക്കുന്നവർ ഡാഷ് നേടും. ഇവിടെ പറഞ്ഞു, ഉസ്താദുമാരെ ആദരിക്കുന്ന വലിയ വിജയം നേടും. കണ്ടോ? അർത്ഥം എഴുതി. ഇന്നമാ ബുഇത്തു മുഅല്ലിമ. നോക്കി ഇവിടെ, ഞാൻ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടെഴുതണം. പ്രശസ്തൻ എന്ന് എഴുതി നിങ്ങൾ. ശിഷ്യന്മാർ, ശബ്ദം, ശ്രദ്ധിക്കുക. പണ്ഡിതൻ, വിദ്യാർത്ഥികൾ. അതൊക്കെ ഒന്ന് എഴുതി പഠിച്ചു നോക്കി മക്കള്. ഞാൻ നല്ല കുട്ടിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കിതാബിൽ നിന്ന് പല നല്ല കാര്യങ്ങളും നാം പഠിച്ചു. ജീവിതത്തിൽ പകർത്തിയ ആ നല്ല കാര്യങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഞാൻ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുന്നു. ആദ്യത്തെ പാഠം പഠിച്ചു. ഞാൻ നേരത്തെ ഉറങ്ങുന്നു, ഞാൻ നേരത്തെ ഉണരുന്നു, ഞാൻ എന്നും മിസ്വാക്ക് ചെയ്യുന്നു, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നഖം മുറിക്കുന്നു, ഞാൻ നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകാറുണ്ട്, സലാം ചൊല്ലുന്നത് എന്റെ ശീലമാണ്, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ, ഞാൻ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു, ഞാൻ ഉസ്താദുമാരെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഇത് മക്കൾ പ്രതിജ്ഞയായിട്ട് ഗ്രൂപ്പിൽ പറയണം. ഇതൊക്കെ ഇനി നമുക്ക് ഒന്ന് തദ്രീബ് ചെയ്ത് നോക്കാം. നല്ല കാര്യങ്ങൾ ഏതാണ്, ചീത്ത കാര്യങ്ങൾ ഏതാണ്? സ്വയം വിലയിരുത്തണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്ന ശീലം എനിക്കുണ്ടോ? ഒന്ന് ആലോചിക്കുക. ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. നേരത്തെ ഉറങ്ങുന്ന പതിവുണ്ടോ? എനിക്കുണ്ട്. ഞാൻ നേരത്തെ ഉണരാറുണ്ടോ? ഉണ്ട്, പക്ഷെ ചില സമയത്ത്. പല്ല് തേക്കുന്ന ശീലം എനിക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാതെ. കൃത്യമായി നഖം മുറിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നഖം മുറിച്ചാൽ ഉടനെ മുറിച്ച സ്ഥലം കഴുകാറുണ്ടോ? സലാം ചൊല്ലുന്ന പതിവ് എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. സത്യം പറയുന്ന ശീലം എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ ഉസ്താദുമാരെ ബഹുമാനിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്. നിങ്ങള് ഇതിൽ ഏതാണ് ചെയ്യുന്നത്? ആ ചെയ്യുന്ന കാര്യങ്ങൾ ഗ്രൂപ്പിൽ ഒരു പ്രതിജ്ഞയായിട്ട് അവതരിപ്പിക്കണം. റെഡിയാണോ? അപ്പൊ ഇതാണ് ഈ പാഠത്തിലുള്ളത്. ഈ പുസ്തകം കഴിഞ്ഞു. ഇനി നിങ്ങൾ അമലിലേക്ക് കൊണ്ടുവരിക, പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക, എങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. റെഡിയാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.